തൊട്ട് തിരുവോണം വരെ ഇനി പൂക്കളം ഇടണം. ഇന്ന് ഏതായാലും ഞാനിട്ട പൂക്കളം കണ്ടോ, തുമ്പയും തുളസിയും ചേർന്ന ഒരു ചെറിയൊരു അത്തക്കളം. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം വരെയുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പൂക്കളത്തിനും ഒരുപാട് പൂക്കൾ നമ്മൾ ഇടണം. എന്താണെങ്കിലും ഈ ഒരു ദിവസങ്ങൾ ഒരുപാട് ആഹ്ലാദവും ഒരുപാട് സന്തോഷവും നിറഞ്ഞത്. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ പൂക്കളം ഇടാൻ എല്ലാവർക്കും പൂക്കളം ഇടാൻ മറക്കൂലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുമ്പപ്പൂ, ഇവിടെ കുറച്ച് തുമ്പപ്പൂ ഉണ്ട്. അപ്പോൾ ആ തുമ്പപ്പൂവാണ് ഞാൻ കുറച്ച് നാളത്തേക്കും പറിക്കാം, കുറച്ച് ഇന്നും പറിച്ചു, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു എല്ലാവർക്കും ഒരു ഇത്തിരി സന്തോഷമുള്ളൊരു ദിവസം ആവട്ടെ. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കും നിന്നുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നുരുകി കോടി മുണ്ടൊടുത്തു കൊണ്ടോടി നടക്കുന്ന കോമള ബാലനായി ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. പണ്ടൊക്കെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്പളത്തിൻ്റെ പൂക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കുമ്പളത്തിൻ്റെ പൂക്കളൊക്കെ ഈ വർഷം ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളാണ് കേട്ടോ. എന്തായാലും പണ്ടത്തെ പോലെ നമുക്ക് കൊങ്ങിണിപ്പൂവും തുമ്പപ്പൂവും ഒക്കെ നാട്ടുപ്രദേശങ്ങളിലൊന്നും അധികം ഇല്ല. എങ്കിലും ഉള്ളോടം എല്ലാവരും തിരഞ്ഞു പിടിച്ച് കണ്ട് ഇപ്പോഴും പറിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ശേഖരിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ തിരക്ക് പിടിച്ചതല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പം എന്താണ്, തുമ്പപ്പൂവാണ് ഏറ്റവും കൂടുതൽ. എല്ലാ ദിവസവും തുമ്പപ്പൂക്കൾ വെക്കണം എന്നാണ് പണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കിട്ടിയ പൂക്കളനുസരിച്ച് അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിച്ച് പൂക്കളം ഒരുക്കുന്നു. നമുക്ക് ഇന്ന് പൂക്കൾ കിട്ടാൻ നമ്മുടെ നാട്ടിൽ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് പൂക്കളം ഒരുക്കുന്ന പൂക്കൾ ഇല്ല എന്നാണ് തന്നെ പറയാം. ഒരുപാട് ചെടികളുണ്ട്, റോസാപ്പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ പൂക്കളം ഒരുക്കാൻ പറ്റിയ പൂക്കൾ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണ്ടിൽപേട്ടയിൽ നിന്നൊക്കെ പൂക്കൾ വരണം. എന്നാലാണ് നമുക്ക് ഒരുപാട് നമ്മുടെ നാടിനെ തന്നെ സുന്ദരമാക്കുന്ന ആ ഗുണ്ടിൽപേട്ടയിലെ പൂക്കൾ വന്നാലാണ് ഒരുപാട് പൂക്കൾ കൊണ്ട് ഒരുപാട് മനോഹരമാക്കുന്ന പൂക്കളം തീർക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ പൂക്കളൊക്കെ വെച്ചിട്ട് തൽക്കാലം ഇപ്പം പൂക്കളം ഇടാമെന്ന് തന്നെ ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് പണ്ട് ഈ ഒരു കർക്കിടകം, ചിങ്ങം, കന്നി മാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ടായിരിക്കും. നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം പണ്ടത്തെ പോലെയൊന്നും ഇപ്പോൾ ഒന്നും ഇല്ല അങ്ങനെ. എന്നാലും നാട്ടിൻപുറങ്ങളിലൊക്കെ അത്യാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത്തിരിയൊക്കെ കിട്ടും. അതും ഒരു സന്തോഷത്തിൻ്റെ ഒരാണ്. ഇപ്പം നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും കൂടെ ഓണക്കാലം ആകുമ്പം ആരുടെ ആയാലും മനസ്സൊന്ന് തേങ്ങും സ്വന്തം നാട്ടിലെത്താനും. അതുമാത്രമല്ല ആ ഒരു പഴമ, ആ ഊഞ്ഞാലാട്ടവും ആ പൂക്കൾ പറിക്കുന്ന ആ ഒരു ഇതും എല്ലാവർക്കും ഒരു ആനന്ദമായിരിക്കും മനസ്സിനെ. അതാ പറഞ്ഞേ, എവിടെ നിന്നാലും നമ്മുടെ മനസ്സ് സ്വന്തം നാട്ടിലെത്താൻ ആ ഒരു വല്ലാത്തൊരു ഫീലിങ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
ഇവിടെ കുറച്ച് പൂക്കൾ ഇങ്ങനെ ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറച്ച് തുളസിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് പൂക്കളെ ഒരുക്കാൻ വേണ്ടിയിട്ട് തുളസിയൊക്കെ ഒരുക്കാം. അതുപോലെ തുമ്പപ്പൂവിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തുമ്പപ്പൂവുണ്ട്. പണ്ട് ഈ തുമ്പപ്പൂക്കൾ ഇങ്ങനെ കഥകളാണ്, ഒരുപാട് കഥകൾ തുമ്പപ്പൂവായിട്ട് ബന്ധപ്പെട്ടുണ്ട്. തുമ്പപ്പൂ പണ്ട് പൂക്കാറില്ല, പൂക്കൾ ഉണ്ടാകാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മഹാബലി വരുന്ന ആ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ ചിങ്ങമാസത്തിൽ, കർക്കിടകം ചിങ്ങം ഈ മാസങ്ങളിൽ തുമ്പകൾ പൂക്കണം, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായിരിക്കണം, നിറയെ പൂക്കൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ ഒരുപാട് തുമ്പപ്പൂക്കളിങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മഹാദേവന് പൂജ ചെയ്യാൻ തുമ്പപ്പൂക്കൾ കൊണ്ട് വേണമെന്നാണ് വാമനമൂർത്തിയുടെ ആഗ്രഹം. അതുകൊണ്ടും തുമ്പപ്പൂക്കൾ അന്നും ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അതൊന്നും അല്ലെങ്കിലും തുമ്പപ്പൂവിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഔഷധമായിട്ട് നമ്മൾ തുമ്പപ്പൂവിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നു. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ വേരുകൾക്കൊക്കെയാണ്. തുമ്പപ്പൂവിൻ്റെ പൂക്കളാണെങ്കിലും എല്ലാം ഇതിൽ ഉപയോഗിക്കാം. ഔഷധ മരുന്ന് കൂട്ടതിനൊക്കെ നമ്മൾ തുമ്പപ്പൂ ഉപയോഗിക്കുന്നു. മറ്റുള്ള ഔഷധ സസ്യം പോലെ തന്നെ ഇപ്പം മറ്റുള്ള മുയൽച്ചെവി അങ്ങനെയുള്ള ഔഷധ സസ്യം പോലെ തുമ്പപ്പൂവിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. പറഞ്ഞാൽ തന്നെ ഒരുപാട് അനന്തമായി കിടക്കുന്നു. എന്തായാലും ഞാൻ കുറച്ച് കിട്ടിയ തുമ്പപ്പൂക്കളൊക്കെ ഇത്തിരി അധികം പറിച്ചു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് കണ്ടില്ല, ഇതിൽ ഇനി പൂക്കൾ പറിച്ചെടുക്കുക എന്നാണ്. ചെറിയ ചെറിയ പൂക്കളായതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പാടാണ് പൂക്കൾ പറിച്ചെടുക്കാൻ. എന്തായാലും കിട്ടിയത് വലിയൊരു നിധി എന്ന പോലെയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തുമ്പപ്പൂവിൻ്റെ ഈ വേരുകൾക്ക് ഒരുപാട് പ്രാധാന്യമാണ്. ഈ വേരുകൾ നമുക്ക് വെള്ളം, അതായത് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേര് മാത്രം ഉപയോഗിച്ച് തിളപ്പിച്ച് ആറ്റി കുടിച്ചാൽ നല്ലതാണ്. അപ്പം ഇതും വലിയൊരു ഔഷധച്ചെടിയാണ്. തുമ്പപ്പൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ. തുമ്പപ്പൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടി തന്നെയാണ്. നാട്ടിൻപുറങ്ങളിൽ ഇന്ന് എവിടെയും ഈ ഒരു സാധനം. പണ്ട് ഇങ്ങനെ ഒരുപാട് കൂടിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മരുന്നും കീടനാശിനി പ്രയോഗം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സസ്യം കണ്ടാലും മറക്കല്ലേ, ഇത് തുമ്പപ്പൂവാണ് അതെന്നുള്ള ഒരിത്. അതുപോലെ ഞാനിത് ഇവിടെ കുറച്ച് പൂക്കൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു ഭംഗിയാണല്ലേ, ഈ ഒരു വൈറ്റ് കളറ് ചെറുതാണെങ്കിലും തുമ്പപ്പൂ ഒരു ചെടിയായി നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഇതില്ല, പക്ഷെ കൂട്ടായി നിൽക്കും. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. ഇത് മതി, ഇത് നമ്മുടെ ആ ഒരു സമാധാനത്തിന് തുമ്പപ്പൂവിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ തുമ്പപ്പൂവിനെക്കുറിച്ച് ഇനിയും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ തുമ്പപ്പൂ ഏതാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യൂ. അതുപോലെ വീണ്ടും പറയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.